ഹലോ ഗൈസ്, ഓൾ ഫോർ പെറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാഹവരാലിനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അൺബോക്സ്, അതായത് അതിൻ്റെ ടാങ്ക് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനുള്ളത്. അപ്പം നമുക്ക് ഏതായാലും അധികം താമസിപ്പിക്കാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹവരാലിനെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അതായത് ഒരെണ്ണമാണ് മേടിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു, നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ കയ്യിൽ നേരത്തെ ഈ അതുപോലത്തെ 3 വാഹവരാലിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അത് നമുക്ക് ടാങ്കും കാര്യങ്ങളും ഇല്ല. ടാങ്കിൻ്റെ ഇതിൻ്റെയൊക്കെ ലഭ്യത കുറവ് മൂലം നമ്മൾ എല്ലാത്തിനെയും കൊടുത്ത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും രണ്ടാമതെടുത്ത് നമുക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ റീവർക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് അതിന് വീണ്ടും ഒരെണ്ണത്തിനെ എടുത്തു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെടുത്താണ്. നമുക്ക് മാൺസ്റ്റർ ഫിഷിനെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ ഒരെണ്ണത്തിന് എടുത്താണ്. അപ്പം അധികം വൈകാതെ അതിൻ്റെ വേറെ പെയറും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവന് ഒരു കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവനെ നമുക്ക് അധികം നേരം ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, നമുക്ക് ഏതായാലും ഇവനെ ടാങ്കിലേക്ക് ഇറക്കി വിടാം. ഇവനെ ഇടാൻ ഉദ്ദേശിക്കുന്ന ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടാങ്കാണ്. വലിയ ടാങ്കാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ടാങ്കാണ്. കാരണം ഇവൻ അത്യാവശ്യം ചാടുന്ന വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവനെ ഇടുന്നത് ഈ ടാങ്കിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. കാരണം നമ്മൾ വെള്ളം നേരത്തെ പിടിച്ചു വെച്ചതാണ്. അപ്പോൾ മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ റീവർക്ക് ചെയ്ത ടാങ്ക് ആയതുകൊണ്ടും അതിനകത്ത് കെമിക്കലിൻ്റെ അംശം കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ റീവർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതിനകത്ത് കെമിക്കലും കാര്യങ്ങളും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ കെമിക്കലിൻ്റെ അത് കടിഞ്ഞും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ആണ് നമ്മൾ ഇവനെ ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് അതായത് ടാങ്കിലേക്ക് വെള്ളം നിറച്ചിട്ട്. അപ്പം നമുക്കിനി അടുത്ത് ഇതിനകത്ത് നല്ല വെള്ളം ഒഴിക്കണം. നല്ല വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു പരിധിയിൽ കൂടുതൽ നിർത്തുന്നില്ല, അത് കുറച്ചേ നിർത്തുന്നുള്ളൂ. കാരണം ഇവൻ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം നിർത്തുന്നില്ല. അങ്ങനെ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവൻ ചാടിപ്പോകും, നമ്മുടെ ഇത് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇവനെ വെള്ളത്തിലേക്ക്, പുതിയ ടാങ്കിലേക്ക്, ഇവൻ്റെ പുതിയൊരു ഹാബിറ്റാറ്റിലേക്ക് നമുക്ക് ഇറക്കി വിടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവനെ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. അതായത് ഇവിടെയാണ് നമ്മുടെ ഇടുന്നത്. കാരണം അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാം മൊത്തത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെയാണ് നമ്മളിപ്പോൾ തൽക്കാലം ടാങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഒന്ന് അത്യാവശ്യം ഇവിടെ നിൽക്കുന്ന രീതിയിലൊന്ന് ക്ലിയർ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ടൈം ലാപ്സ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സൈഡിലേക്കാണ് നമ്മുടെ ഫിഷിനെയും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന വാഹവരാലിനെ വെക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ അനാബസിനെ കീപ്പ് ചെയ്യുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുറകിലേക്ക്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കുറേ ടാങ്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ റിവർക്ക് ചെയ്യാനുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാൺസ്റ്റർ ഫിഷിനെയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഏരിയ ഇതൊക്കെ തന്നെയാണ്. പണ്ട് നമുക്ക് ക്യാറ്റ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് തന്നെ നമ്മളിവിടെ തന്നെയാണ് ക്യാറ്റ് ഫിഷിനെയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനാവസിനെയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഗപ്പീസിന് വേണ്ടി അപ്പുറത്തൊരു ഏരിയയാണ്. കാരണം ചെറിയ ടാങ്കുകൾ മതി, അതുപോലെ തന്നെ കുറച്ചിട മതി. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മുടെ ഗപ്പീസിനെയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ടാങ്കിലെ വെള്ളവും കാര്യങ്ങളും ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. എന്നിട്ട് പുതിയ വെള്ളം നിറയ്ക്കണം. പുതിയ വെള്ളം നിറച്ചിട്ട് നമ്മുടെ വാഹവരാലി കൂട്ടണ അതിനകത്തേക്ക് ഇടണം. അതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പുറത്തെ ഗപ്പിയുടെ ഏരിയ നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഏതായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുമായിട്ട് ബാക്കി കാര്യം അപ്ഡേറ്റ് ചെയ്യാം. വെള്ളവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം നമ്മൾ ടാങ്കിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് നേരത്തിനുള്ളിൽ നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും അതിനകത്ത് ഉപ്പുകല്ലും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പം നമ്മൾ അതൊക്കെ ഉപ്പുകല്ലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഏത് തരത്തിലുള്ള ഫിഷിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും നമ്മൾ ടാങ്കിനകത്ത് കുറച്ച് ഉപ്പുകല്ലിടുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ആ കടയിൽ നിന്ന് ഏത് കടയിൽ നിന്നാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ മേടിച്ചത് അവരുടെ വെള്ളവും നമ്മുടെ വെള്ളവും തമ്മിൽ വ്യത്യാസം കാണും. അതുപോലെ തന്നെ ഫിഷിന് എന്തെങ്കിലും പാരസൈറ്റോ കാര്യങ്ങളോ ഫംഗസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പുകല്ലിടുന്നത് കൊണ്ട് അവരുടെ പാരസൈറ്റും ഫംഗസും എല്ലാം കുറയും എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലേശം അധികം ഉപ്പിടരുത്. നമ്മൾ എത്ര വെള്ളമാണ് ഒഴിക്കുന്നത് അതിൻ്റെ ഒരു ശകലം വല്ല 1, 2, 3 നുള്ളു ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. കൂടുതൽ ഉപ്പിൻ്റെ കൂടിക്കഴിഞ്ഞാൽ സലൈൻസ് കൂടിക്കഴിഞ്ഞാൽ സലൈൻസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫിഷിനെയും ബാധിക്കും അത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇടുക. കാരണം നമ്മൾ ഏത് ഫിഷിനെ എടുക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏത് ഫിഷോ ഏത് തരത്തിലുള്ള മീനോ ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്നത്, ഏത് തരത്തിലുള്ള മീനായാലും നമുക്ക് അതിനകത്തു നിന്ന് നമുക്ക് അവരെ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ, അതായത് നമ്മുടെ വെള്ളത്തിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഉപ്പ് കല്ലിടുന്നത് അത്യാവശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ
നമ്മുടെ വെള്ളം ഈ കിടന്ന ഈ ഫിഷ് കിടന്ന് വളർന്ന സാഹചര്യത്തിലെ വെള്ളവും തമ്മിൽ നല്ല വ്യത്യാസം കാണും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളർന്ന സാഹചര്യം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സാഹചര്യം രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഷിന് എന്തെങ്കിലും അസുഖ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം, എന്തെങ്കിലും ഫംഗസ് ആയിട്ടുള്ള അസുഖങ്ങളോ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പുകല്ലിടുന്നത് കൊണ്ട് നമുക്ക് അത് അസുഖത്തിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് ഫിഷ് കുറച്ചെങ്കിലും അല്ല ഈ വെള്ളം, അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഫിഷാണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കടയിലെ വെള്ളമോ അതുപോലെ തന്നെ കവറിലെ വെള്ളമോ ഒന്നും എടുക്കരുത്. അതായത് നമ്മുടെ വെള്ളത്തിൽ തന്നെ ഫിഷിനെ ഇറക്കിയിടുക. കാരണം അത് കുറച്ച് നമ്മൾ വല കൊണ്ട് പിടിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ആ വെള്ളം കൂടെ കൊണ്ടൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടാങ്കിൽ കിടന്ന ഏതെങ്കിലും മീനുകൾക്ക് ഫംഗസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഫിഷിനെ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഫിഷിന് എന്തെങ്കിലും ഫംഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുകല്ലിടുന്നത് വഴി അതൊരു 90 അല്ലെങ്കിൽ 80% അതിന് കുറേ ക്യൂർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വാട്ടർ ചേഞ്ചിങ് സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷിനെ നല്ല രീതിയിൽ തന്നെ നോക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഈ ടാങ്ക് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ നല്ല രീതിയിൽ സമയവും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതിന് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരാലുകൂട്ടനെ നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വിടാം. അതുപോലെ നമ്മുടെ വാഹവരാൽ എന്നറിയപ്പെടുന്ന വരാലുകൂട്ടനെ നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വിടാം. വെള്ളം അത്യാവശ്യം നിറഞ്ഞിട്ട് നമ്മൾ ഒരു പരിധി കൂടുതൽ വെള്ളം ഒരിക്കലും നിർത്തുന്നില്ല. കാരണം അത് നല്ലപോലെ ചാടാൻ കഴിവുള്ള ഒരു മീനും കൂടെയാണ് ഈ വാഹവരാൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി കൂടുതൽ വെള്ളം നിർത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം ആ വെള്ളം ഒരു അതിന് നീന്തി കളിക്കാനുള്ള വെള്ളം രീതിയിലുള്ള വെള്ളം മാത്രം മതി. ചാടാനുള്ള വെള്ളം ഒരിക്കലും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. കാരണം ചാടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ നിറയാറായി. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒഴിക്കാതെ ഇതിൽ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന ടാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പോലും അതുപോലെ ഡെയിലി സൺലൈറ്റ് അടിച്ചിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ടാങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നേരത്തെ അത് നമുക്ക് വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് വെള്ളം ഒഴിക്കുന്നതിന് ആ സമയത്ത് തന്നെ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാങ്ക് ലീക്കാവുകയും ചെയ്യും, നമ്മൾ അറിയത്തുമില്ല. കാരണം ഈ മഴക്കാല സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇതൊന്നും ലീക്കായാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഓസ് വെച്ച് ബാക്കി വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ പിന്നെ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത വരാലിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂവും കാര്യങ്ങളും എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇവനെ ഏതായാലും നമ്മളിനിയിപ്പം അധികം വൈകിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ടാങ്കിലേക്ക് ഇറക്കി വിടാം. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ വരാലുകൂട്ടനെ നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകണം. അപ്പോൾ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബക്കറ്റോ ബേസിനോ അതുപോലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലുള്ള ബക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ ബക്കറ്റിലേക്ക് പതുക്കെ അത് ഒഴിക്കുക. ചാടിപ്പോകാതെ നോക്കണം മെയിനായിട്ട്. കവർ ഇങ്ങനെ വെച്ചോളുക, അല്ലെങ്കിൽ ചാടിപ്പോകാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് എടുക്കുക. കാരണം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാങ്കുകളിലെ വെള്ളം, അതായത് ഇവരെ ഇടുന്ന ടാങ്കുകളിലെ ആണെങ്കിലും ഏത് ടാങ്കുകളിലെ ആണെങ്കിലും വെള്ളം നമ്മൾ ഒരിക്കലും കൊള്ളിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പതുക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. കവർ നമ്മൾ ഒരിക്കലും കളയരുത്, കാരണം കവർ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വരാലിനെ ഇറക്കി ടാങ്കിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് വാഹവരാൽ എന്നറിയപ്പെടുന്ന വരാലിനെ നമ്മൾ ഇറക്കി ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കാം.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ വരാലിനെ നമ്മുടെ വാഹവരാൽ എന്നറിയപ്പെടുന്ന വരാലിനെ നമ്മൾ ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂവും കാര്യങ്ങളെന്ന് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം ചെറുതാണ് ആൾ, എന്നാലും ചാട്ടത്തിനൊരു കുറവുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാടുന്നൊരു വെറൈറ്റിയാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ ബോട്ടത്തിൽ, അതായത് നമ്മുടെ വാട്ടറിൻ്റെ ബോട്ടത്തിൽ വന്ന് മാത്രമേ എയർ എടുക്കുകയുള്ളൂ. അതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് എയർ എടുക്കുന്ന ഒരു സ്പീഷ്യസ് കൂടെയാണ് ഇവർ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവരെ വളർത്തിയെടുക്കാൻ നമുക്ക് പെല്ലറ്റായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യിക്കുക, അതുപോലെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ഫീഡ് കൊടുക്കാം. ലൈഫ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അഗ്രസീവ് ആകും. അതുപോലെ തന്നെ പെല്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വലിയ അഗ്രസീവോ കാര്യങ്ങളൊന്നും ആകത്തില്ല. അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ മലയാളത്തിൽ സ്നേക്ക് ഹെഡ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാമ്പിൻ്റെ ഒരു ചെറിയ തലയുടെ ഒരു സാദൃശ്യം ഇല്ലേ, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർ സ്നേക്ക് ഹെഡ് എന്ന് പറയുന്ന പേര് ഇവർക്ക് വന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. അതാണ് അപ്പോൾ നമ്മുടെ ഫാമിലേക്ക് വന്ന ഫസ്റ്റത്തെ, അതായത് ആദ്യത്തെ നമ്മുടെ മോൺസ്റ്റർ ഫിഷും കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ഒരു വരാൽ. അപ്പം ഫ്രണ്ട്സ്, ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു അടിപൊളി പുതുതൻ വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.